വല്ലി നേരം പോയി. നീ ഇന്നെന്റെ കുളി തെറ്റിക്കും. കുളിച്ചിട്ട് നന്നാവണമെങ്കിൽ കുളത്തിലെ തവളക്ക് എന്നെ നന്നാവുമായിരുന്നു. ഈ തിലോത്തമ്മ അവിടെ ഛർദ്ദിക്കുന്നു. അത് വേരയുടെ കുത്തലായിരിക്കും. വേരെയും കുറെ ഒന്നുമല്ല, അവക്ക് കെറുപ്പാ. അപ്പോ ഫസ്റ്റ് പ്രൈസ് അവൾ അടിച്ചുല്ലേ, നമുക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയാ മതി. ആ, നീ ആഭരണ പെട്ടിയൊക്കെ എടുത്ത് അവക്ക് കൊണ്ട് കൊടുക്കാനോ? അയ്യേ, അവൾക്ക് കൊടുക്കാനോ? ഇതെന്റെ പെങ്ങൾക്ക് കൊടുക്കാനാ. ഇനി ആർച്ചയുടെ കല്യാണം മണിക്കൂർ വെച്ച് നടത്തണം. പെങ്ങൾക്ക് ചെറുക്കനെ അന്വേഷിച്ച് ആങ്ങളമാര് ഇനി കഷ്ടപ്പെടുകയും വേണ്ട. വേണ്ട. നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ആർച്ചയ്ക്ക് ചേരുന്ന ഒരു ചെക്കൻ ഇവിടെ ഉണ്ട്. പക്ഷെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നും പറഞ്ഞ് നുള്ളിക്കളയുമെന്നാ എന്റെ പേടി. പേടിക്കണ്ട. നല്ല പഠിപ്പ്, ഉദ്യോഗം, സൗന്ദര്യം. ആർച്ചയാണെങ്കിൽ ജീവന്റെ ജീവനായാക്ക്. പറഞ്ഞാലറിയും ആള്. എന്റെ അനിയൻ ആരോമൽ. ചേച്ചി, ഈ പന്തലി വേണ്ട മോനെ നിന്റെ താലികെട്ട്. അങ്ങനെ ഇപ്പൊ കണ്ട കോപ്പമാർക്ക് കിട്ടണ്ടായി വീടും പറമ്പോ. പുഷ്പവല്ലി ചേച്ചി, ഒരു നിമിഷം മുമ്പെങ്കിലും അവളെ സ്വന്തമാക്കാൻ നടക്കുന്ന എന്നോട് ആ വായി നോക്കി വക്കീല ഉണപ്പിച്ച് നടക്കുന്നു. പശുവും ചത്ത് മോരിലെ പുളിയും പോയി. വിരുന്ന് വന്നവർക്കൊക്കെ പടിയിറങ്ങാറായില്ലേ? പോടച്ചേട്ടാ അവിടുന്ന് കെട്ടാൻ നടക്കുന്നു. ചേച്ചി, ഞാൻ പറഞ്ഞില്ല ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നുമില്ല, നോക്കണ്ട. പോയി നോക്കിക്കൊണ്ട് നിൽക്കാനില്ല. താൻ ഇത്രക്ക് തരം താഴ്ന്നു പോയല്ലോടോ. സ്വന്തം പെങ്ങടെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നോ വൃത്തികെട്ടവനെ. ഇവന്റെ മർമ്മടിച്ച് മൂളിക്കെട്ട വക്കില്ലേ? ഒന്നും കളയും പന്നികളെ. ഇവിടെ മനുഷ്യൻ മർമ്മം പോഞ്ഞ് നിൽക്കുമ്പോഴേ അവന്റെയൊക്കെ സദാചാരം പ്രസംഗിച്ച് കൊലച്ചടാ. കൊലച്ചോ? ഏതു വാഴ? കൊലച്ചതല്ല, ആ പുഷ്പവല്ലി നമ്മളെ തൊലച്ചു. അവരിപ്പോ ആർച്ച അവരെ അനിയനെ കൊണ്ട് കെട്ടിക്കാൻ പോവുക. എടാ, പിടിച്ചപ്പ കഴുത്ത് ഞെരിക്കാത്തോണ്ടല്ലേ ഇളകിയപ്പ തിരിഞ്ഞു കടിച്ചത്. എനിക്ക് അന്നേ അറിയാം ആ തള്ള എന്തെങ്കിലും വിഷം ചീറ്റോന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവര് ചീറ്റട്ട മാധവ. പാമ്പിന് പാമ്പ് തന്നെ വിഷം. നീ കണ്ടോ? മോളെ ഒന്ന് നിന്നേ. ഈ നാത്തും മോക്കര ചെക്കനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് 10 മാറ്റാ പൊന്നു മോളെ അവന്റെ മനസ്സ്. ശരീരവും 11 മാറ്റും. ആ മനസ്സ് ഈ നാത്തു മാത്രമേ ഉള്ളൂ. നിക്കൂ, ആരാൻ ചോദിക്കൂ. ആരാ? എന്റെ പൊന്നാങ്ങള ആരോമൽ. കണ്ണാ ആരോമലേ. എന്തോ ഇതാ നിനക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കണ്ടോ, പ്രേമത്തിന്റെ പര്യായമായ നേന്ത്രക്കൊല പഴം. കഴുതേ അവള് പോയടാ കുരങ്ങ. പോയോ? അതെ, ആരോമലിന്റെ മനസ്സിൽ മാത്രല്ല ഏട്ടത്തി, എന്റെ അനിയന്റെ മനസ്സിലും കുഞ്ഞുനാള് മുതലേ കുടിയിരിക്കുന്നത് ഈ ആർച്ച കുട്ടിയാ. ശിവ. ആ, എല്ലാരും കേൾക്കാൻ വേണ്ടി തന്നെയാ പറയണത്. ആർച്ച കോമലിനുള്ളതാ. കോമലിന്. കോമളാ നിന്റെ ആർച്ചക്കുട്ടി. നിനക്ക് വേണ്ടി എന്തെല്ലാം നേർച്ച നേർന്നുവെന്നറിയാമോ? ഐ ലവ് യു. അയ്യടാ, പ്രേമിക്കാൻ പറ്റിയൊരു മൂന്തം. ഇതെന്താ ഇങ്ങനെ? നിക്ക്, ഞാൻ ശരിയാക്കാം. ആർച്ചക്കുട്ടി, ഏട്ടത്തി അനിയത്ത് കൂടി തല്ലുകൂടണ്ട. ചേരേണ്ടത് ചേരുംപടി ചേരണം. ആർച്ചയ്ക്ക് ചേർന്നതേ എന്റെ അനിയനാ. നടേശ, ആർച്ച എന്തേ ഇഷ്ടപ്പെട്ടില്ലേ? ഓ, ഇഷ്ടപ്പെട്ടു. എനിക്ക് അനിയനില്ല, ഉള്ളത് ചേട്ടനാ. പന്തലി സ്വയംവരം നടക്കുമ്പോ പണ്ട് കോളേജിൽ നടന്ന സമൂഹ വിവാഹം മറക്കണ്ട. കല്യാണം കഴിക്കാൻ വന്ന മരപ്പട്ടികളെ കണ്ടോ? ഇതായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചോ അതോ പാഞ്ചാലിയിലാവോ താല്പര്യം? കെട്ടിപ്പോ നടക്കുവോ? എനിക്ക് എന്റെ പന്തലി പൊളിക്കണം. എന്റെ കഞ്ഞുകൂടി മുട്ടിക്കല്ലേ വക്കീലേ? എനിക്ക് മുട്ടാൻ പോകുന്നല്ലേ ഉള്ളൂ. എന്റെ മുട്ടി കിടക്കുവാണോ? താൻ പുറകെ വരുന്ന വീരേന്ദ്ര ഗുണ്ടിനോട് ചോദിക്കും. പന്തല് അതെ, ഒന്നുകിൽ പെങ്ങള് കെട്ട്, അല്ലെ പെങ്ങളെ കെട്ടിക്ക്. എനിക്ക് എന്റെ പന്തലി പൊളിക്കണം. നിന്റെ മുളപ്പന്തലിന് വേണ്ടി കണ്ട മരംകൊണ്ട് എന്റെ പെങ്ങളെ കെട്ടിക്കണോ? അയ്യടാ, പന്തല് പൊളിഞ്ഞില്ല, എന്താ മോന്ത പൊളിഞ്ഞു കിട്ടിയില്ലേ? അതെ, ആ മുല്ലപ്പന്തൽ അഴിച്ചു മാറ്റിയിട്ട് മരണപ്പന്തലിട്. അവളെ കെട്ടാൻ വന്ന ചെക്കന്മാരെ കണ്ട അവള് തൂങ്ങി ചാവും. എന്റെ നടേശ,
ഒന്നോ രണ്ടോ പവനല്ല ചേട്ടന്മാർ ആ രമ്പയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 1001 പവനാ. പിന്നെ 100 ഏക്കർ പുരയിടം, 200 ഏക്കർ പാടം, ഇതൊക്കെ അവൾക്കുള്ളതാ. താലി കെട്ടിക്കഴിഞ്ഞാ അത് മുഴുവൻ നിന്റേതായി. എന്റേതായി എന്ന് പറയാതെ എന്റേതാക്ക്. ഈ നാറിയ വായ വെച്ച അവളെ മയക്കാൻ ചെന്നാലേ മയങ്ങത്തില്ല, അവള് ചത്തുപോകും. നീ ചെന്ന് അവളെ ഒന്ന് മയക്കെടുക്കടാ. മയക്കാൻ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? പാട്ട് പാടണോ? അതേടാ, പാട്ട് പാടണമെന്നാ പാട്ട് പാടണം. അവളെ കഴുത്തിൽ ബലമായി താലി കെട്ട, പിന്നെ അവൾ എന്റെ ഭാര്യ. അത് കൊള്ളാം, പക്ഷെ എങ്ങനെ തട്ടിയെടുക്കും? അതിന് വഴിയുണ്ട്. നാളെ അവള് കുളത്തിൽ കുളിക്കാൻ വരുമ്പോ വേറെ ആരും ഇങ്ങോട്ട് വരാതെ ഇടത്തി നോക്കിയാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അത് ശരിയാ. ഈശ്വരാ, എന്നിട്ട് പറഞ്ഞു കുഞ്ഞേ. ചമ്പേ ഒന്നിങ്ങ് വന്നേ. എന്താ? ഒന്നിങ്ങ് വന്നേ. കുഞ്ഞങ്ങോട്ട് പോയിരിക്കുന്നത്. നിന്റെ പെണ്ണോ? എടാ, നീ എന്ത് വിചാരിച്ചു? പോകെ പോകെ അവൾക്ക് നിന്നെ ഇഷ്ടായെന്നോ? എന്നാ കേട്ടോ, അവൾക്ക് നിന്നോട് വെറുപ്പാ. ഈ ലോകത്ത് ഏത് കുഷ്ഠരോഗിയെ കെട്ടിയാലും അവൾ നിന്നെ കെട്ടില്ല. പെണ്ണൊരുത്തനെ വെറുത്തതാടാ. ആ വെറുപ്പ് മാറണമെങ്കിലേ അവള് മരിച്ച് വേറെ ജനിക്കണം. നിന്നെ മതി നാർച്ച പറഞ്ഞാൽ അന്ന് ഞാൻ തല മൊട്ടയടിച്ച് വന്ന് നിൽക്കാൻ നിന്റെ മുൻപിൽ. വാടാ. അപ്പൊ നീ പോവാൻ തന്നെ തീരുമാനിച്ചല്ലേ? അതെ, പെണ്ണൊരുത്തനെ വെറുത്താൽ വെറുത്തതാണ്. ആ വെറുപ്പ് ഇഷ്ടമാണെങ്കിൽ ഇനി അവൾ മരിച്ച് വേറെ ജനിക്കണം. ലീലാമണി ചേച്ചി പറഞ്ഞത് ശരിയാ. പക്ഷേ കണ്ണിൽ നിന്നകറ്റിയാലും എനിക്ക് അവളെ കരളിൽ നിന്നകറ്റാൻ കഴിയുന്നില്ലടാ. അകറ്റണ്ട. നീ അവളെ കരളിൽ നിന്ന് അയറ്റില്ലെങ്കിൽ അവന്മാരെല്ലാരും കൂടി നമ്മുടെ കരളിൽ കലക്കും. കരളിൽ ഉറപ്പുള്ളവന്മാര് മാത്രം സേതുവിനോടൊപ്പം നിന്നാ മതി. താനോ? അതെ, ഞാൻ തന്നെ, ഈശ്വരൻ. ഇത്രയും കാലം അഷ്ടിക്ക് വേണ്ടി ആ മന്നാടിയാമാരുടെ പുറകെ തട്ടി നടന്ന പീറ വക്കീൽ. ഇനിയെങ്കിലും ഒരിക്കൽ ആണായിട്ട് ജീവിക്കണം. ഞാനുണ്ടല്ലോ തന്റെ കൂടെ. താൻ ഇനി എങ്ങോട്ടും പോകുന്നില്ല. ഇന്നെനിക്ക് ആർച്ചയെ രക്ഷിക്കാൻ കഴിഞ്ഞു. ഇനി നിനക്ക് മാത്രമേ അവളെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ. ആളെ മന്നാടിയാമാരുടെ 3 അളിയന്മാരും അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ പോവാണ്. അത് നീ അറിഞ്ഞോ? ഒത്തിരി ആനയും അമ്പാരിയും കൊട്ടും കൊരവയും ഒക്കെ ഉള്ള ഒരു അടിപൊളി കല്യാണമായിരുന്നു എന്റെ മനസ്സിൽ. ഈ കല്യാണം പൊളിച്ചെടുക്കാതിരിക്കാൻ വഴിപാടത്രേ നേർന്നിരിക്കണേന്നറിയോ? ആ പുഷ്പവല്ലിയോ ലീലാമണിയോ വല്ല അറിഞ്ഞാ തീർന്നു. എന്റെ മന്നാടി ഭഗവതി കാത്തുരക്ഷിക്കണേ. ഭഗവതി കാത്തുരക്ഷിക്കണേ. നീ ആദ്യം പോയി ആർച്ചക്കാക്ക്. ചേട്ടന്മാരുടെ മനസ്സിലെങ്ങാണ് ഈ കല്യാണ ബുദ്ധി വരുന്നതിന് മുമ്പ് എങ്ങനെ ഇതൊന്നും നടന്നു കിട്ടണം.